നമസ്കാരം ജയസൂര്യൻ സർ. നമസ്കാരം. ഈ CPM സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു, പക്ഷെ വിവാദങ്ങൾ തുടരുകയാണ്. ഇപ്പൊ ഈ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറാണ് വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പദവി കിട്ടിയില്ല എന്ന പേരിൽ സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്തല്ലോ. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? പത്മകുമാർ BJP-യിലേക്ക് വരുമോ? പത്മകുമാർ ഏത് പാർട്ടിയിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് പതുക്കെ മാത്രമേ അറിയാൻ കഴിയൂ. പെട്ടെന്ന് അദ്ദേഹം ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യത്തിനൊക്കെ അദ്ദേഹം ഒരു പാർട്ടിയിലേക്കും പോകുന്നില്ല എന്നുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. ഇത് വളരെയേറെ അപകടകരമായ ഒരു മറുപടിയാണ്. ഞാൻ ഒരു പാർട്ടിയിലേക്കും പോകുന്നില്ല, ഞാൻ CPM-ൽ തന്നെ തുടരും, എത്ര ചെറിയ പദവിയിലും തുടരും എന്ന് അദ്ദേഹം പറയുന്നത് അങ്ങേയറ്റം ഗൗരവത്തോടു കൂടി CPM മനസ്സിലാക്കേണ്ട ഒരു മുന്നറിയിപ്പാണ്. അതായത് ഇപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായതിനു ശേഷം ഇതുവരെ 32 തവണ പാർട്ടി പിളർന്നിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള പല പാർട്ടികളും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ തന്നെ CPM, CPI എന്ന രണ്ട് വലിയ പാർട്ടികൾ, അതിനുശേഷം MV രാഘവന്റെ പാർട്ടി, ഗൗരി അമ്മയുടെ പാർട്ടി, TP ചന്ദ്രശേഖരന്റെ പാർട്ടി, അങ്ങനെ നമ്മൾ അറിയപ്പെടുന്ന MLA-മാരൊക്കെ ഉണ്ടായ പാർട്ടികൾ കൂടാതെ MLA-മാരോ മന്ത്രിമാരോ ഉണ്ടാവാത്ത നിരവധി പാർട്ടികളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ CPIM എത്തി നിൽക്കുന്ന ഒരു പ്രതിസന്ധി ഘട്ടമുണ്ട്. അതായത് പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് CPIM എന്ന് പറയുന്ന ദേശീയ പാർട്ടി ചുരുങ്ങിയിരിക്കുന്നു. ഇതിനു മുമ്പ് ഒരിക്കലും ഇതുപോലെയുള്ള ഒരു ദുരവസ്ഥ പാർട്ടി നേരിട്ടിട്ടില്ല. എന്നാൽ ഇത് ആർക്കും പുറത്തു പറയാൻ പറ്റില്ല. ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പാർട്ടി വിരുദ്ധനാകും, പാർട്ടിയിൽ നിന്ന് പുറത്തു പോകും. പക്ഷേ ഇത് പാർട്ടിക്കുള്ളിൽ ഉള്ള ഒരു പൊതുവികാരമാണ്. പാർട്ടി ശരിയല്ല, പാർട്ടിയുടെ നേതാവ് ശരിയല്ല, നയപരിപാടികൾ ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന മഹാഭൂരിപക്ഷം ആൾക്കാരും ഇതിന്റെ ഉള്ളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ കാരണം, പാർട്ടിയോടുള്ള അചഞ്ചലമായ കൂറും ഭക്തിയും ഒരു മതവിശ്വാസം പോലെ കത്തിപ്പടർന്ന് പിടിച്ചുപോയ ആൾക്കാരുണ്ട്. നാടൻ ഭാഷയിൽ അസ്ഥിയെ പിടിക്കുക എന്നൊക്കെ പറയും. അങ്ങനെ അസ്ഥിയിൽ പിടിച്ചുപോയ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരെന്ത് നയിച്ചാലും നയിച്ചില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റായി തുടരാനേ പറ്റുള്ളൂ. ഇതാണ് ഒരു വിഭാഗം ആൾക്കാർ. നിഷ്കളങ്കരായിട്ടുള്ള, യാതൊന്നും പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാതെ നിഷ്കാമകർമ്മം ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ട്, തലമുറകളായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ വിഭാഗം, അവരും ഒരിക്കലും പാർട്ടി വിട്ടു പോകില്ല. രണ്ടാമത്തെ വിഭാഗം പാർട്ടിയെ വിറ്റ് തിന്നു ജീവിക്കുന്നവരാണ്. അവർക്ക് പദവികളുണ്ട്, അവർക്ക് വരുമാനമുണ്ട്, അവർക്ക് നാട്ടിൽ സാമ്പത്തികം പിരിവ് നടത്താനുള്ള അവസരങ്ങളുണ്ട്. ഇപ്പോൾ കോർപ്പറേഷനോ MPയോ MLAയോ മന്ത്രിയോ ഒന്നും ആകാൻ പറ്റിയില്ലെങ്കിൽ അതൊന്നും വേണ്ട, പാർട്ടിയുടെ ഒരു രസീത് ബുക്ക് പോലും വേണ്ട. പക്ഷെ പാർട്ടിയുടെ ഒരു ആളാണ് എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കാനുള്ള ഒരു അവസരം കൊടുത്താൽ മതി, ബാക്കി അവർ സംഘടിപ്പിച്ചോളും. അപ്പോൾ അങ്ങനെ പാർട്ടിയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരും പാർട്ടി കൊണ്ട് കിട്ടുന്ന സംഭാവനയാൽ ജീവിക്കുന്നവരും രണ്ട് വിഭാഗം ആൾക്കാരാണ് ഈ പാർട്ടിയെ നിലനിർത്തുന്നത്. അതുകൊണ്ട് പാർട്ടിയെ അങ്ങനെ കയറി ആക്രമിക്കാൻ ഒരു പത്മകുമാറിനും സാധിക്കില്ല. പക്ഷെ പത്മകുമാറിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അത് അദ്ദേഹം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് പാർട്ടിയിലെ ഹിന്ദുക്കൾ ഇന്ന് അസംതൃപ്തരാണ്. പത്മകുമാറും ഞാനും തമ്മിൽ പലപ്പോഴും, അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വേദി പങ്കിട്ടിട്ടുള്ള ആളാണ്. എനിക്ക് പത്മകുമാറിനെ നേരിട്ടറിയാം. അപ്പൊ അദ്ദേഹം അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, ശബരിമലയിലെ ഹരിവരാസനം എന്ന് പറയുന്ന ഉറക്കുപാട്ട് എഴുതിയത് പത്മകുമാറിന്റെ വല്യമ്മയാണ്. അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു വലിയ പുണ്യമാണ്. അതുകൊണ്ട് അയ്യപ്പനെ വിട്ടിട്ടുള്ള ഒരു കാര്യത്തിനും ഞങ്ങളില്ല എന്ന് പറയുന്ന ആളാണ് പത്മകുമാർ. അപ്പോൾ പത്മകുമാറിന്റെ ഉള്ളിലുള്ള ആ ഹിന്ദുത്വം ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിലെ മറ്റ് ഹിന്ദു സഖാക്കന്മാരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അവർക്ക് പുറത്തു പറയാൻ പറ്റില്ല. പക്ഷെ അവരകത്ത് അനുഭവിക്കുന്നുണ്ട്. പാർട്ടിക്ക് വേണ്ടി പാർട്ടിയെ അടിത്തറ മുതൽ കെട്ടിപ്പടുക്കുകയും അതിനുവേണ്ടി കൊല്ലുകയും മരിക്കുകയും രക്തം കൊടുക്കുകയും വിയർപ്പ് ചിന്തുകയും ചെയ്ത ഹിന്ദുക്കൾ ഇന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. പാർട്ടിക്കകത്ത് പിടിമുറുക്കിയിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ പാർട്ടിയെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇത് പാർട്ടിയിലെ ഹിന്ദു സഖാക്കളുടെ നീറുന്ന വേദനയാണ്. ഇത് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റമാണ് പത്മകുമാർ ചെയ്തത്. പത്മകുമാർ പോലും അത് പറയുന്നില്ല. പറയേണ്ട സമയമാകുമ്പോൾ പറയാതിരിക്കാൻ വയ്യ, അദ്ദേഹം പറഞ്ഞു പോകും, അറിയാതെ പറഞ്ഞു പോകും. പക്ഷെ ഇന്നിപ്പോൾ പാർട്ടിക്കുള്ളിൽ ഹിന്ദുക്കളോടുള്ള അവഗണനയും വിവേചനവും അടിച്ചമർത്തലും സഹിക്കവയ്യാതെ വന്നപ്പോൾ പതുക്കെ ശബ്ദമുയർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് പത്മകുമാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്.
അതിന്റെ പേരിലാണ് പത്മകുമാർ പുറത്താക്കപ്പെട്ടത്. പക്ഷെ പാർട്ടി അത് പറയില്ല. പാർട്ടി രേഖകളിലോ ചർച്ചകളിലോ പാർട്ടി ഒരിക്കലും അത് പറയില്ല. പകരം അദ്ദേഹത്തെ പുകച്ച് പുറത്തേയടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സ്വന്തം അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് തന്നെ വീണ ജോർജിനെ അവിടെ പ്രതിഷ്ഠിച്ച് വിജയിപ്പിച്ച് മന്ത്രിയാക്കി 1 തവണയല്ല 2 തവണ വിജയിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ തട്ടകത്തിലേക്ക്, ഹിന്ദുക്കളുടെ തട്ടകത്തിലേക്ക് അഹിന്ദുക്കളായിട്ടുള്ളവരെ കടത്തിക്കൊണ്ടുവന്ന് ഹിന്ദുക്കളെ പുകച്ച് പുറത്ത് ചാടിക്കുന്നു എന്നുള്ള ഒരു മനോവിഷമം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, പാർട്ടിക്കുള്ളിലുള്ള അനേകായിരം ഹിന്ദു സഖാക്കൾക്കുണ്ട്. ആ സഖാക്കളുടെ വികാരത്തെ ഏകോപിപ്പിക്കാൻ ഒരു ചൂലിന് കെട്ടിടുന്നത് പോലെ ഈ പത്മകുമാറിന് സാധിച്ചാൽ പാർട്ടി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ക്രൈസിസ് അതായിരിക്കും. അതുകൊണ്ടാണ് പത്മകുമാർ പാർട്ടി വിട്ടു പോവില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ ആഗ്രഹം പത്മകുമാർ പാർട്ടി വിട്ടു പോകരുത്, പാർട്ടിക്ക് അകത്ത് തന്നെ നിൽക്കണം. ഇതേ സമാന മാനസികാവസ്ഥയുള്ള ഹിന്ദു സഖാക്കന്മാർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കണം. പരസ്യമായി പ്രവർത്തിച്ചാൽ ഇയാളെ പുറത്താക്കും. പരസ്യമായി പ്രവർത്തിക്കുകയൊന്നും വേണ്ട, ശാന്തമായി ഈ ആശയം പങ്കുവെക്കാൻ പാർട്ടിക്കകത്ത് പത്മകുമാർ ഉണ്ടായിരിക്കുന്നതാണ് പാർട്ടി ഇല്ലാതാകാൻ ഏറ്റവും നല്ല വഴി എന്ന് ചിന്തിക്കുന്നയാളാണ് ഞാൻ. സർ, ഈ BJP നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം കൊണ്ട് വീട്ടിൽ പോയി കണ്ടു. പക്ഷേ പത്മകുമാറിൻ്റെതായ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്ന SDPI പോയാലും BJP ചേരില്ല എന്നുള്ളതാണ്. SDPI പ്രീണിപ്പിക്കുക എന്നുള്ളത് പത്മകുമാറിന്റെ പുറത്തൊരു സമ്മർദ്ദം ആയിരുന്നു. അതുകൊണ്ടാണോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്? അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? പാർട്ടിയുടെ പൊതുവായ ലൈനിനോട് ഞാൻ അടുത്തു നിൽക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് SDPI പോയാലും എന്ന് പറയുന്നത്. അതായത് ഇസ്ലാമിക തീവ്രവാദ ശക്തികളോട് അടുത്ത് നിൽക്കുക എന്നുള്ള ലൈനാണ് ഇപ്പോൾ പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. അതിപ്പോൾ ലഷ്കർ ഇ തോയ്ബയുടെ ആണെങ്കിലും അല്ലെങ്കിൽ SDPI ആണെങ്കിലും മറ്റേത് പാർട്ടി ആണെങ്കിലും ഇസ്ലാമിക തീവ്രവാദി സംഘടനകളോട് അടുത്ത് നിൽക്കുന്നു, കൂറു പുലർത്തുന്നു, അടുപ്പം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അടിയുറച്ച കമ്മ്യൂണിസ്റ്റായി, പിന്നെ വേറൊരു സർട്ടിഫിക്കറ്റ് വേണ്ട. അപ്പോൾ ആ സർട്ടിഫിക്കറ്റും കൂടി നേടിയെടുത്ത് അകത്ത് പിടിമുറുക്കാൻ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായിരിക്കും അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.